ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ബോളേഴ്സിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയെ തന്നെ ലേറ്റസ്റ്റ് ക്രിക്കറ്റ് വീഡിയോസ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതുമാണ്. സോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ബോളിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തവണ സീസണിൻ്റെ IPL ഓപ്ഷൻ കഴിഞ്ഞത് മുതൽ തന്നെ ബാംഗ്ലൂർ മാനേജ്മെൻറ്റിനെതിരെ വളരെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ബാംഗ്ലൂരിൻ്റെ 2024 ബോളിംഗ് നിര വളരെ ദുർബലമാണെന്ന തരത്തിലാണ്. അതിൻ്റെ നേരത്തെ ബോളിംഗ് പവർ റാങ്കിങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിലെത്തിയിട്ടുള്ളത് RCBയുടെ 2024 ബോളേഴ്സിൻ്റെ ഒരു എക്കോണമി, ഡെത്ത് ഓവറുകളിൽ അവർ എങ്ങനെയൊക്കെ ഫലപ്രദമായ ഡെത്ത് ഓവറുകളിലെ RCB ബോളേഴ്സിൻ്റെ പ്രകടനം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ വിജയകുമാർ വൈശാഖ് എന്ന കർണാടക യുവതാരം കഴിഞ്ഞ സീസണിലായിരുന്നു ബാംഗ്ലൂരിന് വേണ്ടി അദ്ദേഹം അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മോശമാണെന്നാണ് പറയാൻ സാധിക്കുന്നത്. കാരണം ഡെത്ത് ഓവറുകളിൽ താരം ഏതാണ്ട് 13.3 അദ്ദേഹത്തിൻ്റെ എക്കോണമി. ഡെത്ത് ഓവറുകളിൽ അത്രയും അല്ലെങ്കിൽ കർശനമായി പിടിച്ചു നിർത്തുന്ന ഡെത്ത് ഓവറുകളിൽ 13 റൺസിൽ കൂടുതലാണ് താരം വഴങ്ങിയിട്ടുള്ളത്. സോ ഇത്തവണയും RCB നിലയിൽ റീറ്റെയിൻ ചെയ്തിട്ടുള്ള താരമാണ് വിജയകുമാർ വൈശാഖ്. മുഹമ്മദ് സിറാജ്, നമുക്കറിയാം, ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് താരം. ഇത്തവണ ടെസ്റ്റിലൊക്കെ വളരെ മികച്ച പ്രകടനമായിരുന്നു സിറാജ് കാഴ്ചവെച്ചത്. സിറാജിൻ്റെ ഒരു എക്കോണമിയിലേക്ക് വരികയാണെങ്കിൽ 10.4 മുഹമ്മദ് സിറാജിൻ്റെ ഡെത്ത് ഓവറുകൾ, അവസാന ഓവറുകളിലെ ഒരു എക്കോണമി എന്ന് പറയുന്നത്. പിന്നെയുള്ള താരമാണ് ആകാശ്ദീപ്, മറ്റൊരു ഇന്ത്യൻ യുവതാരം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ തുടക്ക മത്സരങ്ങളിൽ വളരെ മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിൽ പിന്നീട് അങ്ങോട്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കുറവായിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് 18 വളരെ മോശം റെക്കോർഡ് തന്നെ എന്ന് പറയാം. 18 റൺസിൽ കൂടുതലാണ് ഡെത്ത് ഓവറുകൾ താരം വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നത്. സോ ഇത്തവണയും ബാംഗ്ലൂരിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബാംഗ്ലൂർ നിരയിൽ റീറ്റെയിൻ ചെയ്തിട്ടുള്ള താരമാണ് ആകാശ്ദീപ്. ഇനി യഷ് ദയാലിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ബാംഗ്ലൂർ ഇത്തവണ ലേലത്തോട് സ്വന്തമാക്കിയ താരമാണ് മുൻ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിട്ടുള്ള ഇന്ത്യൻ താരം യഷ് ദയാൽ. അദ്ദേഹത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് 11.17 ഡെത്ത് ഓവറുകളിൽ യഷിൻ്റെ എക്കോണമി. ഒപ്പം ലോക്കി ഫെർഗൂസണിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ന്യൂസിലാൻഡ് എക്സ്പീരിയൻസ് താരം. കണ്ടിന്യൂസ് ആയി 140 മുകളിൽ വേഗത്തിൽ പന്തുകൾ എറിയാൻ കെൽപ്പുള്ള ലോക്കി ഫെർഗൂസൻ്റെ എക്കോണമി എന്ന് പറയുന്നത് അവസാന ഡെത്ത് ഓവറുകളിൽ 10.76 അദ്ദേഹത്തിൻ്റെ ഒരു എക്കോണമി എന്ന് പറയുന്നത്. അൽസാരി ജോസഫിലേക്ക് വരികയാണെങ്കിൽ 9.6 അദ്ദേഹത്തിൻ്റെ എക്കോണമി. റീസ്റ്റോപ്പിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ബോളുകളൊന്നും എറിയാൻ അധികം സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ ലഭ്യമല്ലെന്ന് തന്നെ പറയാം. ടോം കറനിലേക്ക് വരികയാണെങ്കിൽ 13.6 ടോം കറൻ്റെ എക്കോണമി എന്ന് പറയുന്നത് ഡെത്ത് ഓവറുകളിൽ. അതോടൊപ്പം തന്നെ കാമറോൺ ഗ്രീൻ ഇത്തവണ മുംബൈ ഇന്ത്യൻസിൽ നിന്നും ബാംഗ്ലൂർ ട്രേഡ് ചെയ്തു വന്ന താരമാണ്. കാമറോൺ ഗ്രീൻ 15 അദ്ദേഹത്തിൻ്റെ ഒരു എക്കോണമി റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രധാനപ്പെട്ട ബോളേഴ്സ് ലിസ്റ്റ്, RCBയുടെ പ്രധാനപ്പെട്ട പേസ് ബോളേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് സിറാജ് ആയാലും യഷ് ദയാൽ ആയാലും ആകാശ്ദീപ് ആയാലും ഫെർഗൂസൺ, അൽസാരി ജോസഫ്, അതോടൊപ്പം വിജയകുമാർ വൈശാഖ്, ടോം കറൻ, കാമറോൺ ഗ്രീൻ തുടങ്ങിയ താരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമല്ലാത്ത എക്കോണമി എന്ന് പറയുന്നത് അൽസാരി ജോസഫ് എന്ന വെസ്റ്റ് ഇൻഡീസ് താരത്തിലാണ്. 9.6 അദ്ദേഹത്തിൻ്റെ എക്കോണമി റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഡെത്ത് ഓവറുകളിൽ 9 കൂടുതൽ റൺസ് വഴങ്ങുക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയായിരിക്കും. സോ അതിനാൽ തന്നെ ഇതാണ് പ്രധാനമായും ബാംഗ്ലൂർ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടെന്ന് പറയുന്നത്. റോയൽ ചലഞ്ചേഴ്സിൻ്റെ ബോളിംഗ് ലൈനപ്പിൻ്റെ വളരെ ശോചനീയാവസ്ഥ, അല്ലെങ്കിൽ ബാംഗ്ലൂർ മാനേജ്മെൻറ്റിൻ്റെ വളരെ മണ്ടപരമായ തീരുമാനങ്ങൾ തന്നെയാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് ഇത്തവണയും ബോളിംഗ് ലൈനപ്പിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ മെയിൻ ബോളേഴ്സിൻ്റെ ഡെത്ത് ഓവറുകളിലെ ആ ഒരു എക്കോണമി റേറ്റ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ക്രിക്കറ്റ് വീഡിയോസ് എത്രയും വേഗം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും.